പിന്നെ മുമ്പ് മാതാവിനെ ഒന്ന് കൊല വിളിച്ചിട്ട് അത് പോവില്ല. എന്റെ കർമ്മ ചോദിച്ചത് അങ്ങനെയല്ലേ. അത് തീർപ്പാക്കണം. വന്നാലും അതിന് ശരിയാക്കി തരുമ്പോ ഇപ്പൊ പറയും കർമ്മം തീർക്കാനാണോ? ഉണ്ണിയുണ്ട്. ഒരു ചങ്ങാതിക്ക് 10-20 വർഷക്കാലം പഴക്കമുള്ള ഒരു ചങ്ങാതിക്ക് വെള്ളി കൊടുത്തു അല്ലേ? അതല്ല കാര്യം. ഇപ്പൊ നീ ചോദിച്ചപ്പോ നിന്നെ തൊപ്പിക്കാരൻ ആസ്ഥാനത്തും കെട്ടിയല്ലേ? ഇനി ആ ഭവനത്തിലേക്ക് വെള്ളിയുടെ കാര്യം പറഞ്ഞ് ചെല്ലരുന്ന് പറഞ്ഞില്ലേ? ഇതല്ല കഥ. അത് ഞാൻ തീർപ്പാക്കി തരാം. വെള്ളിയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. വീട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ നടത്തും. വെള്ളിയുടെ കാര്യം അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ, പടിപടിയായിട്ട് ആ ഉണ്ണിനെ ഞാൻ ദ്രോഹിക്കട്ടെ എന്നല്ല പറഞ്ഞ. ആ ഉണ്ണിയുടെ 2 പെൺസന്താനങ്ങളില്ല നിന്റെ പേരിൽ കടലാസ് കൊണ്ട് അതെപ്പോഴും കയ്യിലുണ്ടാവും കേട്ടോ. ഇപ്പൊ ഞാൻ അതിന്റെ ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരും. ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ വാങ്ങിച്ചു തരാന്ന് 10 ദിവസം കഴിഞ്ഞ് വ്യാഴം 11 വരും. ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് മനസ്സിലായില്ല. അടുത്ത മാസം ഇടവ മാസം 12-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്റെ ഉള്ളിലേക്ക് ഞാൻ കർമ്മസ്ഥാനം വാങ്ങി തരാം. ഇതൊക്കെ ഞാൻ നടത്തി തരാന്ന് പറഞ്ഞില്ലേ? നിന്റെ ഭവനത്തിന്റെ ചിത്രം ഒന്ന് കൊണ്ടുപോകാം. നീ കൊടുത്ത 20-30 വെള്ളി ഞാൻ വാങ്ങിത്തരാന്ന് നിന്നോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പടിപടിയായിട്ട് ആ ഉണ്ണികൾ തരാന്ന്. ആ പെൺസന്താനത്തിന് തരാൻ വേണ്ടിയിട്ട് തരാൻ മനസ്സിൽ ധാരണയുണ്ട്. ആ 2 പെൺസന്താനങ്ങൾ അത് മുടക്കണേന്ന് നിന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ വരില്ല. നടക്കാൻ പറ്റാ ഉണ്ണികൾക്ക് അത് പോറ്റിത്തറണി പോയി ആ ദേശം കണ്ടിട്ട് വരട്ടെ. ചുറ്റുവട്ടം നിറഞ്ഞിട്ട് വെച്ച അതിനെ ഞാനും പറഞ്ഞുള്ളൂ. ഞാനത് ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും കൂടി കൂട്ടമായിട്ട് താങ്ങി പാർക്കുന്നവരില്ല. ഉണ്ണി പറഞ്ഞ രീതിയിലുള്ള ഭാഷ എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം. ഇവിടെ നിന്ന് ഈ മുറിയറന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ അപ്പുറത്തെ മുറിയറ കാണാം. അതുപോലുള്ള സ്ഥല. അതൊന്ന് പോയി കണ്ടിട്ട് വാ. എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണികൾക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരണം. പോയി കണ്ടിട്ട് പോയി. ഇപ്പൊ അത് വേണ്ടല്ലോ. ഇനി വേറെ തരാൻ പോരെ? തരാം. കുഴപ്പമില്ല. നക്ഷത്രം പറഞ്ഞോ. പിന്നെന്താ നിനക്ക് പേടി? എന്റെ മണ്ഡപം ഒന്ന് കാണാനാ നിന്നോട് വരാൻ പറഞ്ഞേ. മനസ്സിലായില്ല? എന്റെ രൂപമണ്ഡപം ഇന്നതാണെന്ന് അത് കാണാൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞാ നിന്നോട്. ഞാൻ പറഞ്ഞ തീയതിയാകുമ്പോഴേക്കും നിനക്ക് ഞാനത് നടത്തി തരാൻ പോരെ? അതിനെ പറഞ്ഞ സമയം പറഞ്ഞത് മേഡം മേഡം എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ നേരം അടുത്ത മാസം 12-ാം തീയതി ഇടവ മാസം 12-ാം തീയതി ആകുമ്പോഴേക്കും നടത്തി തരാന്ന് പറഞ്ഞു. നീ എന്റെ അടുത്ത് വന്നിട്ട് അധികം ദിനൊന്നായിട്ടില്ല. ഇന്നെന്റെ മണ്ഡപം കാണാൻ നിന്നോട് വരാൻ പറഞ്ഞത് മനസ്സിലാവണ്ട. അതൊന്ന് കണ്ടുപോണെങ്കിൽ നിന്റെ ആ ദോഷങ്ങളൊന്നും കൂടി തീരട്ടെ വെച്ചിട്ട് വരാൻ പറഞ്ഞു. അടുത്ത മാസം 12-ാം തീയതി ആകുമ്പോഴേക്കും ഈ മേടം തീരുമ്പോഴേക്കും നിന്റെ വ്യാഴം
ബലവത്തിലേക്ക് വരും. അപ്പോഴാണ് നിനക്ക് കർമ്മമായിട്ടുള്ള. നീ അവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലാ? അങ്ങോട്ട് വെള്ളിയിറങ്ങി ഇങ്ങോട്ട് വെള്ളി പിടിക്കുന്ന കാര്യമല്ല അത്. നിന്റെ ദശാന്തി ഒന്ന് മാറാനുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം 12-ാം തീയതി വരെ നിന്നോടൊന്ന് കാത്തിരിക്കാൻ പറഞ്ഞു. മനസ്സിലായ? നോക്കൂ, അവിടെ മോശം തോന്നുന്നു. അല്ല, കുഴപ്പമുണ്ടോ അവിടെ? ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. അവിടെ ഉണ്ണിക്ക് വളരെയധികം കുഴപ്പമുണ്ടാ? വളരെയധികം കുഴപ്പമില്ല. എന്തെന്താ കുമ്മറത്ത് കൊണ്ടുപോകുന്നുണ്ടോ? അതവിടെ ഇരുന്നോട്ടെ. നിനക്കെന്താ കുഴപ്പം? അതെന്താ കുഴപ്പം? അതൊരു ദേവന്റെ പൊരുളല്ലേ? അങ്ങനെ ദ്രോഹം ചെയ്യുന്ന ആളല്ല. പിന്നെ ദ്രോഹം ചെയ്യുന്ന ഭൂമി മലയാളത്തിൽ ഒരാളിനെ ഞാൻ അങ്ങേരുടെ ജപമാലല്ല കൊണ്ടുവന്നിട്ട്. അത് നല്ലതല്ലേ നിനക്ക്? ആ കുരിശിന്റെ ഉണ്ണിയുടെ ജപമാലല്ലേ? അതവിടെ കിടന്നോട്ടോ. അത് നേരിൽ വീണില്ല. അതവിടെ പൊന്തിരിക്കല്ലേ? ഒരു കാടും പടലും ചുറ്റിക്കിടക്കല്ലേ? അതവിടെ കിടന്നോട്ടുന്നു. നിനക്കെന്താ കുഴപ്പം? അങ്ങടുമില്ല ഇങ്ങടുമില്ല. മനസ്സിലായില്ല? കട്ടലപ്പടിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമില്ല. പിന്നെ നിനക്കെന്താ പേടി? അതവിടെ നോട്ടെ. അത് ജപിച്ച കൊന്തല്ലേ? അതവിടെ ഇരിക്കട്ടെ. താഴ്ചക്ക് പോയില്ല. നീരില് വീഴാനിട്ട് അത് ഞാനവിടെ പൊക്കി നിർത്തില്ല. ആ വള്ളിപ്പുറപ്പ് 2 ചിറ്റായിട്ട് കിടക്കുന്നു. അതവിടെ അങ്ങനെ ഇല്ലണ. ഇതവിടെ കിടന്നോട്ടൊന്നു. നീരില് ആ നീര് സേവിക്കുമ്പോ എന്തെങ്കിലും വരാൻ വേണ്ടി അവര് പ്രാർത്ഥിച്ച, അല്ലാണ്ട് ഒരു കർമ്മം ആ കൊന്തയിലൊരു കാര്യം ചെയ്ത് കൊടുത്തയക്കില്ല. നീ ചേച്ചിനെ ശ്രദ്ധിക്കട്ടെ, തള്ളല്ലേ? എന്താന്ന് തന്നെ അറിയിച്ചു. കാലത്തിന്റെ ഭാവം കുറവാണെന്ന് പറഞ്ഞു. അല്ല, വ്യാഴാഴ്ച ദിവസം എന്റെ വെണ്ണക്കാരനൊരു ഒരു തിരുമുടിമാനയ്ക്കും പാൽപ്പായസത്തിനും കൊടുത്തു. എന്തുതന്നെയാ സന്തോഷം അല്ലേ? ഇത് 390 ദിവസം ഞാൻ കാത്തിരിക്കണം അല്ലേ? മനസ്സിലായില്ലേ? നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു. ബന്ധം നീ ഉണ്ടായിട്ട് ആയിരുന്നു, ശാരീരിക ബന്ധം ശരിയാ. എന്റെ അച്ഛനോട് ചോദിച്ചിട്ടില്ല. നീ വരുമ്പോ നിനക്ക് ആദ്യം പറഞ്ഞു നിനക്ക് സന്താനം വേണമെന്നല്ല, കർമ്മം വേണമെന്ന് നീ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? കർമ്മം കിട്ടിയോടുകൂടി നിന്റെ ആ ഉണ്ണി സന്താനത്തിന്റെ ഉദരത്തിലേക്ക് നിന്റെ കുലം നിലനിർത്താനായിട്ട് ഒരു ഉണ്ണിനെ വേണമെന്ന് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും വാവിട്ട് പറഞ്ഞിട്ട് തന്നപ്പോഴുള്ളത്. അതല്ല ഞാൻ ദിവസം കൂടി പറഞ്ഞ്. ഇനി ഒരു 100, 105 ദിവസം, 110 ദിവസം കൂടി ഞാൻ കാത്തിരിക്കണം. അത് ഏതാണെന്ന് അറിയാൻ. എനിക്ക് ഏതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ നിന്നോട് ഇപ്പൊ പറയില്ല. ഇപ്പോഴും നീ എന്താ പറഞ്ഞ? അത് പുറത്ത് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല. ആ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വാക്കിന് 2 അർത്ഥം ഉണ്ടല്ലോ അല്ലേ? അതാണ് ഞാൻ നിന്നോട് പിന്നെ എടുത്ത് ചോദിച്ചെന്തരാ. നീ പറഞ്ഞു തന്നെ അത് പുറത്ത് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ 2 വാക്കിന് അർത്ഥം ഉണ്ടെന്ന്. അതാണ് ഞാൻ പിന്നെ നിന്നോട് എടുത്ത് ചോദിച്ചാൽ. മനസ്സിലായ? ഉണ്ണിയെ നിന്റെ കൂടെ ഞാനുണ്ട്. എന്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ തന്ന പൊരുളാണെങ്കിൽ 2 നേരം ഉദരം മുഴിഞ്ഞു കാലിട്ട് ഒരു വെല്ലിട്ട് വെച്ചേക്കണം. ആപത്ത് കൂടാതെ കണ്ട് 2ഉം 2 എന്റെ കൂടെ ആരില്ല, നീയല്ലാണ്ട് എനിക്കൊരു തുണയില്ല. അത്രേ വേണ്ടു. നീ പൊക്കും.
പതുക്കനേട്ടാ പറയൂ ഇതല്ലേ പറഞ്ഞാ നിങ്ങൾ പറയും. നിങ്ങളെന്നാ പിന്നോട്ട് ഇറങ്ങി നിൽക്കുക ചേച്ചിയെ. എന്റെ മണ്ഡപം കണ്ടിട്ട് കണ്ടുപോണെങ്കിൽ പിന്നിലേക്ക് ഇറങ്ങിയല്ലേ പോരെ ലക്ഷം ദോഷം തീരും എന്റെ മണ്ഡപം കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്റെ അച്ഛൻ്റെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളുന്നത് കണ്ടാൽ ലക്ഷം ദോഷം തീരുന്നു. അതുപോലെ തന്നെ ആറാട്ട് മുങ്ങുന്ന അച്ഛൻ്റെ ഒപ്പം മുങ്ങിയ ലക്ഷം ദോഷം തീരുന്ന പറയാ ഏത് മാനുഷ മഹാജനന്റെയും ആണിന്റെയും പെണ്ണിൽ എന്താ നക്ഷത്രം ഇടവും 15 കഴിയുമ്പോൾ തുടങ്ങിക്കൂടാം. ഇടവ മാസം 15 കഴിയുമ്പോൾ തുടങ്ങിക്കൂടാം. അതിന് മുമ്പ് രുദ്രേഖകളൊക്കെ എന്തെങ്കിലായിക്കോ വെള്ളി കൊടുക്കുന്ന കാര്യങ്ങൾ ഇടവും 10 കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? മേടം തീരാനാ കൊടുക്കാം. ഇടവം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ല? ഒക്കെ ഞാൻ പറഞ്ഞു നെയ്പ്പൊക്കെ നിനക്ക് തരാം. ദിവസം മുടങ്ങാണ്ട് തരില്ലേ നിന്റെ ബില്ലും വേല? അതിന്റെ വല്ലിക്കൂലി ഞാൻ വാങ്ങിച്ചു തരില്ലേ? നീ 2 നേരം വെല്ലിട്ട് വെക്കുമ്പോ പറയാ നാളേക്കും കൂടെ ഉള്ളോട്ടാ എനിക്ക് കർമ്മം. അപ്പൊ ഞാൻ അടുത്ത് നിനക്ക് തരും പോലെ. അത് കഴിയട്ടെ, നിനക്ക് തിക്കും തിരക്കും അപ്പുറത്തേക്കാക്കി തരാം. ഇപ്പൊ ഇങ്ങനെ പൊട്ടണിച്ചെങ്കിലാണ് എന്റെ മനസ്സിനൊരു ബലം വരും. മനസ്സിലായ? അതന്നല്ല ബില്ലും വേല കൂടി ചിലപ്പോ എന്നെ മറന്നാലും ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ അടുത്ത് കഴിഞ്ഞുട്ടാ പിന്നെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യണ്ടേ. ഇനിയിപ്പോ ആ ശല്യം ചെയ്യലുണ്ടാവില്ല. ഇവിടുത്തെ കഴിയുമ്പോ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്നെ അത് മറക്കാതിരിക്കാൻ ഞാനൊരു ഓർമ്മപ്പെടുത്തലാണ്. അതല്ല ബുക്കോ ഞാൻ തരാം. അതൊക്കെ നിന്റെ കുറിപ്പ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഇയാളെ 2 നേരം ശല്യം ചെയ്യുന്നുണ്ട്. നിന്നൊരു കാര്യമുണ്ടെന്നും പറഞ്ഞു നീ പൊക്കോ, ഞാൻ നിനക്ക് നടത്തിട്ടു. ഇത് പിന്നെ അവിടെ പറയും. അത് ഞാനല്ലല്ലോ. അല്ല എന്നാലും നിനക്ക് ബാക്കി വരുന്നില്ല, കയ്യിൽ പെടുന്നില്ല. അല്ല കയ്യിൽ പെടുന്നില്ല. കിട്ടോ കിട്ടില്ല. എടുക്കുന്ന 10 നേരം 10 മിച്ചം പോലെ പണപ്പെടുക്കും. അത് നിന്റെ കയ്യിലിരുന്ന് കുഴപ്പമില്ല. അന്നേക്കാവുന്നു രണ്ടുപേരും കൂടി ഇരിക്കില്ല. അതല്ല നല്ലതാണെന്ന് അവരെന്താ പറയണേ? കുഞ്ഞിനെ മാത്രല്ല ഇപ്പൊ അവിടുത്തെ നിയമത്തിലേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഇടവമാസം കഴിയുന്നവരൊന്ന് കാത്തിരിക്കുന്നത്. ആദ്യത്തെ കുറിച്ച് ആളുകൾ ഞാൻ പറഞ്ഞ കോളേജിനുണ്ട്. അവർ വേറെ കോളേജുകളെ കുറിച്ച് അതും കിട്ടാതെ പറഞ്ഞതും ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞതാ കൊടുത്തിരിക്കുന്നത്. 60 ദിവസത്തില്ല, 60 ദിവസം ഒന്നുണ്ട്. ഈ പറഞ്ഞ ഇടവമാസം കഴിക്കാം. അപ്പൊ ഞാൻ തരാം പോരെ? ഉണ്ണിയുടെ നക്ഷത്രം
എന്നോടൊരു കഥ പറയാനുണ്ട്. അതെ, അല്ല, നിന്നോടൊരു കഥ പറയാണ്ടെന്ന് പറഞ്ഞേ. ഈ ഉണ്ണിയെ കുറിച്ച് എല്ലാം അറിയാനല്ലേ? കബളിക്കപ്പെട്ടതാണ്. കബളിപ്പിക്കുക വേറൊരു ഉണ്ണിയുടെ കൂടെ പോയിന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല? മംഗല്യം കഴിച്ച ആ ഉണ്ണി വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഒറ്റ ബലം കൊണ്ട് മാത്രം ഇത് മണ്ണിൽ നിൽക്കുന്നത്. 2 വട്ടം ശ്രമിച്ചതാ ഈ മണ്ണ് വിട്ടു പോകാനായി. മനസ്സിലായില്ല? ആരും സഹായമായിട്ടുണ്ടല്ല. ആ ഉണ്ണിയുടെ മാതാവും പിതാവും മാത്രമേ ഉള്ളൂ. ഉണ്ണിയുടെ പൊരുളും കൊണ്ടുപോയി ഉണ്ണിക്ക് ദേഹോപദ്രവം അത്രയും കേട്ടിട്ടുണ്ട്. മനസ്സിലായ? അതിന് ഞാൻ നിനക്ക് നിന്റെ എല്ലാം കണ്ടുപിടിച്ച് നിനക്ക് ഞാൻ ചേർത്ത് നിർത്തിനെ ഇതുപോലെ സന്തോഷത്തോടെ പോകണം. നിനക്ക് എന്തെങ്കിലും കുറ്റം കുറവും പറയാണെങ്കിൽ എൻ്റെ അടുത്ത് വരിക, എന്നോട് പറയാം. ഈ ഉണ്ണി ഇങ്ങനെയാണ്, ഞാനതിന് തീർപ്പുണ്ടാക്കി. അതിനാ നിന്നെ ഇന്നൊന്ന് കാണണമെന്ന് പറയും. ഞാൻ നിന്നെ ചേർത്ത് നിർത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടി ആ ബന്ധം ഒഴിവാക്കിയിട്ട് കൊടുത്ത മിന്നോ വെള്ളിയോ പൊക്കമുണ്ടായി. ഇതൊന്നും ഇല്ലാത്തതും നിന്നെ പരിപാലിക്കുന്ന ഒരു ഉണ്ണിനെ ഞാൻ നിനക്ക് തരും ഇനിയുള്ള കാലം വരെ. പോരെ? സന്തോഷം. ഇത്ര ദിവസത്തെ ഉണ്ണിയുടെ പെരുമാറ്റം നിനക്ക് എങ്ങനെയാണ്? പൊട്ടാണെങ്കിൽ പൊട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു തല്ല് തല്ലാനാ? അങ്ങനെയല്ലേ? ഈ ഉണ്ണി എങ്ങനെയാ? ഇതാ നല്ലത്. കുറച്ച് ദിവസത്തെ ഒരു കാര്യം നോക്കി അതിന്റെ കൂടെ എത്ര കാലം ഉണ്ടായി? ഇത് 10 ദിവസം കൂട്ടിക്കും. ഈ 10 വർഷക്കാലം, ഈ 10 ദിവസം ഏതിലാണ് നിനക്ക് കൂടുതൽ സന്തോഷം? അപ്പൊ ഞാൻ തന്നതല്ലേ ആ സന്തോഷം? അതുപോലെ തന്നെ പൊക്കോളൂ. എന്തുണ്ടെങ്കിലും പരസ്പരം ഒരു ഇരിപ്പിടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിദ്ര കൊള്ളുന്ന മുറിയറയിൽ ആ നാൽക്കാർ ആ കട്ടിലുമ്മ തീർച്ചയായിട്ടും പ്രശ്നം. ചെവി വേറെ ഞാനറിയാതെ വേറൊരു ഉണ്ണി അറിയാൻ പാടില്ല. ഈ ഉണ്ണിയെ കുറിച്ച് എന്ത് കുറവുകളുണ്ടെങ്കിലും പുറത്ത് ആ ഉണ്ണി എന്തെങ്കിലും നിന്നെ പറയണമെങ്കിൽ നീ അടുത്ത 60 ദിവസത്തിനുള്ളിൽ എൻ്റെ അടുത്ത് വന്ന് പറയാം. അല്ലെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാൻ തീർച്ചയായും പോരെ. വീടല്ലേ വീടല്ലേ ഞാൻ തന്നേക്കാൻ പോകും. ഇപ്പൊ എങ്ങനെയാ മയപ്പെട്ട് വന്ന? ഇപ്പൊ താന്നു അത് അന്ന് പറഞ്ഞ വഴിക്കണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ണിക്ക് ഉണ്ടാ അന്ന് പറഞ്ഞ വഴിക്കണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ണികൾ കൊടുത്താനില്ലേ അല്ലേ? അപ്പൊ ഉണ്ണി എന്താ അധികാരം കാണിച്ചല്ലേ? ഇപ്പൊ എന്തുണ്ടായി? നിശ്ചയിച്ചതും ഇപ്പൊ കിട്ടാൻ വഴിയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ആ ബന്ധം കൊണ്ട് നടക്കൂ. മനസ്സിലായില്ല? കൂടപ്പുറപ്പം ഒരു പാത്രത്തിൽ നിന്ന് പോകുന്ന ബന്ധം ഈ മണ്ണ് വീതം വെച്ച് തന്നാ തീരൂ. അതങ്ങനെ തന്നെയല്ല പറഞ്ഞ് ആ ഉണ്ണി. ഈ മണ്ണ് നിങ്ങൾക്ക് തന്ന ഞാൻ നിങ്ങൾക്ക് കൂടപ്പുറപ്പല്ല, നിങ്ങൾ എന്റെ കൂടപ്പുറപ്പല്ല. ഞാൻ നിര്യാണം വന്നു പോയാലും ശരി എന്നെ കാണാൻ വരരുത്. അങ്ങനെയല്ല പറഞ്ഞു. അത് തന്നെ ഞാനും ചോദിച്ചത്. അവിടെ വെച്ച് അറുത്ത് മുറിച്ചേക്കണം. മനസ്സിലായ? ഒരു ഉണ്ണി നിര്യാണം വന്ന 16 ദിനം പുല കുളിക്കും പോലെ പുല കുളിച്ചോ? അത്രയൊക്കെ ചെയ്തു വെച്ചതാ. ഇനി എന്നാണ് അളന്ന് തിട്ടപ്പെടുത്തണേ? പിന്നെ അത് ഞാൻ നടത്തിത്തരാം. ഞാനിത് നിങ്ങൾക്കിപ്പോ പതിച്ച് കിട്ടട്ടെന്ന് വെച്ചിട്ടാ. മനസ്സിലായി? തരില്ല എന്ന് പറഞ്ഞാൽ പോലുള്ള ഞാൻ കയറി ഒന്ന് കടിച്ചപ്പോ തരാന്നാക്കി. പിന്നെ നിങ്ങൾക്ക് വെള്ളി തരാന്നാക്കി. അപ്പൊ ഞാനതൊന്നും സമ്മതിക്കാണ്ട് എന്തിനാണ്? അത് തീർപ്പോട്ടെ. അളന്ന് തിട്ടപ്പെടുത്തി അളന്നാൽ അവിടെ തന്നെ കുറ്റി വെച്ചേക്കണം. ഒരു അധികം തിരിച്ചു വെച്ചേക്കണം. മനസ്സിലായില്ലേ? വിറ്റിട്ട് പൈസ അവന്റെ പൈസ കോടതി. ഞാൻ പറഞ്ഞതെന്താ? എന്നാലും ഉണ്ണികൾക്ക് അതിര് തിരിച്ചു വെക്കണ്ടേ? അവര് വരുമ്പോ ഒരു അതിര് കാണിക്കില്ലേ? ആ കടലാസോണ്ടിലുള്ള അതിരും ഈ അതിരും കൂടി ഒത്തു നോക്കില്ലേ അവര്? അതിലെല്ലാം അവര് വരാൻ പറഞ്ഞേ. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവര് അളന്ന് തിട്ടപ്പെടുത്തി തരുന്ന സ്ഥലത്ത്
കുറ്റി ഉറപ്പിച്ച് നിർത്തേക്കണം. എന്നിട്ട് വേണം എനിക്ക് ആ മണ്ണിലേക്ക് ആളെ കൊണ്ടുവരാൻ. അല്ലാണ്ട് ഉണ്ണികൾ കാണിക്കുന്ന ഒരു കുറ്റിയും അതിനകത്ത് അളവിലുള്ള കുറ്റിയും രണ്ടാവുമ്പോൾ രണ്ട് തരമാൻ പാടില്ല. മോന്റെ കാര്യങ്ങളൊന്നും ശരിയാക്കി തരണം സാർ. ഒക്കെ